കണ്ടാലും ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് പുകഴ്ചയും മഹത്വവും വാഴ്വുകളും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണല്ലോ. എല്ലാ നാമത്തിലും നമ്മുടെ കർത്താവിന്റെ നാമം ഉയർന്നിരിക്കുന്നത്. താൻ മാത്രം അമർത്യതയുള്ളവൻ, നമ്മുടെ ദൈവം മാത്രം രാജാധിരാജാവും കർത്താധികർത്താവും ദൈവാധിദൈവവും, മനുഷ്യരാരും ഇതുവരെ കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനും എന്നാൽ തൽസമയത്ത് പ്രത്യക്ഷത വരുത്തുന്നവനുമായ ദൈവം നമ്മുടെ ദൈവം മാത്രമാകയാൽ ദൈവത്തിന് മഹത്വം, സ്തോത്രം. ആ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ, ആ ദൈവത്തെ സേവിക്കുന്നവരായി തീരാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകിയതിനായി സ്തോത്രം. നമ്മുടെ സകല പ്രാപ്തിയും ദൈവത്തിൻ്റെ ദാനമെന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. സ്തോത്രം. നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കും പോലെ സ്തോത്രം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 1-ാം അധ്യായം 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. നമ്മെ അതിന് പ്രാപ്തരാക്കി. എല്ലാ മഹത്വവും ഏകയോഗ്യനായ നമ്മുടെ ദൈവത്തിന് മാത്രം. നമുക്ക് പ്രാർത്ഥനാപൂർവം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണല്ലോ നാം നിൽക്കുന്നത്. ആ 17-ാമത്തെ വാക്യത്തോടെ നമ്മൾ യാത്ര പറയുകയാണ്. അതിനു മുമ്പ് നമുക്കൊന്നും കൂടെ വായിക്കാം, എന്നിട്ട് 18-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 17-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. 22:17. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ക്ഷണത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ കണ്ടു. ആത്മാവും മണവാട്ടിയും വരിക എന്ന് പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ആ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നാം നോക്കിക്കൊണ്ടിരുന്നത് ഒരു വാഗ്ദത്തമാണ്. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ, കർത്താവിൻ്റെ അടുക്കൽ വരട്ടെ. ഇച്ഛിക്കുന്നവന് ദാഹജലമാണോ ജീവജലമാണോ? ജീവജലം സൗജന്യമായി കൊടുക്കും. നമ്മൾ അതിൻ്റെ ഒടുവിൽ നാം ഇന്നലെ കണ്ടത്, ഈ സൗജന്യമായി ലഭിക്കുന്ന ജീവജലം പ്രാപിക്കുന്നതിന് വില കൊടുക്കേണ്ട സൗജന്യമായതുകൊണ്ട് എങ്കിലും 2 പ്രധാനപ്പെട്ട ഡിമാൻഡ്സ്, 2 കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ആർക്കാണത് ലഭിക്കുന്നത്? ലഭിക്കുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ഒന്ന്, വി ഷുഡ് തേഴ്സ്റ്റ്, നാം അതിനു വേണ്ടി ദാഹിക്കണം. 2, സ്തോത്രം, വി ഷുഡ് ഡിസയർ, സ്തോത്രം,
വി ഷുഡ് ഡിസയർ. അപ്പം രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 requirements. One, we should thirst, and second one, desire. ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന രണ്ട് പദങ്ങളാണ്. ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന. ദാഹിക്കാത്തവന് കുടിക്കാൻ പറ്റില്ല. സ്തോത്രം. സ്വാദിഷ്ടമായത് കൊടുത്താലും വിശപ്പോ ദാഹമോ ഇല്ലാത്തവർക്ക് അത് രുചികരമായിരിക്കില്ല. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ആഹാരം കഴിക്കുമ്പോൾ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ കുനിഞ്ഞിരുന്നൊരൊറ്റ കഴിപ്പ്. ഒരു പകുതിയോളം കഴിയുമ്പോഴാണ് ഇവർ പതിയെ ഒന്ന് നിവരുന്നത്. അപ്പോഴത്തേക്കിന് അവരുടെ പേസ്, ആ വേഗതയൊക്കെ ഒന്ന് കുറയും. പിന്നെ എല്ലാവരെയൊക്കെ ഒന്ന് നോക്കും, ചിരിക്കും, പിന്നെ വിശേഷമൊക്കെ പറയും. പിന്നെ ചിലപ്പോൾ പറയും ഉപ്പില്ല, എരി കൂടുതലാ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ ആ വിശപ്പും ദാഹവും പ്രത്യേകിച്ച് രുചിയൊന്നും നോക്കാതെ അത് കഴിക്കാനോ കുടിക്കാനോ അവരെ പ്രേരിപ്പിച്ചു. അതേസമയം വിശപ്പോ ദാഹമോ ഇല്ലെങ്കിൽ എത്ര പോഷക പുഷ്ടി ഉള്ളത് കൊടുത്താലും രുചികരമായി നൽകിയാലും അവർക്കത് വേണ്ട. ആത്മീയ ജീവിതത്തിലും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഈസ് തേഴ്സ്റ്റ്. സ്തോത്രം. അത് തന്നെ നമ്മൾ 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും കാണുകയുണ്ടായി. അന്നും നമ്മളതേപ്പറ്റി വിശദീകരിച്ചതാണ്. സ്തോത്രം. ദാഹിക്കുക. ദാഹിക്കുന്നവനാണ് സ്തോത്രം ജീവജലം നൽകുന്നത്. അതും ഫ്രീയാ, പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കണ്ട. മറ്റൊന്നും കൊണ്ടല്ല, വില കൊടുക്കാൻ ഒക്കാത്തത് കൊണ്ട്. അതും നമ്മൾ കണ്ടതാണല്ലോ. സ്തോത്രം. അതിന് ഉള്ള വില നമ്മുടെ കർത്താവ് കൊടുത്തു കഴിഞ്ഞു. നമുക്കറിയാം. സ്തോത്രം. നിത്യജീവങ്കലേക്ക് നമ്മെ നടത്തുന്ന ജീവജലം നമുക്ക് നൽകേണ്ടതിനായി നമ്മുടെ കർത്താവ് കാൽവറിയിൽ ദാഹിച്ച് കേണു. 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവിധത്തെ ഏറ്റവും നന്നായി പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചന സങ്കീർത്തനമാണ്, മശിഹൈക സങ്കീർത്തനമാണ് 22-ാമത്തെ സങ്കീർത്തനം. നമുക്കറിയാം. അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 22, Psalm 22 verse 15. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. സ്തോത്രം. യേശുകർത്താവിൻ്റെ മരണവിധങ്ങളെക്കുറിച്ച്, ക്രൂശിലെ അനുഭവങ്ങളെക്കുറിച്ചും ഇത്രയും വ്യക്തതയോടെ എടുത്തെടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം പഴയ നിയമത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. യെശയ്യാവ് പല കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. സ്തോത്രം. എങ്കിലും ഇവിടെ പറയുന്നത് കണ്ടോ, മൈ സ്ട്രെങ്ത് ഈസ് ഡ്രൈഡ് അപ്പ് ലൈക്ക് എ ഫ്രാഗ്മെന്റ് ഓഫ് ക്ലേ പോട്ടറി, വിത്ത് തേഴ്സ്റ്റ് മൈ ടങ് ക്ലീവ്സ് ടു മൈ ജോസ്. സ്തോത്രം. ദാഹം കൊണ്ട് ക്രൂശിൽ നമ്മുടെ കർത്താവിൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് കർത്താവ് കാൽവറിയിൽ ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞ 7 മൊഴികളുണ്ടല്ലോ. അതിലൊന്ന് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഐ തേഴ്സ്റ്റ്.
യേശുവേ രക്ഷാദായക എന്ന പാട്ടിൽ നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. സ്തോത്രം. നമുക്ക് ജീവജലം തരേണ്ടതിന്, അതും സൗജന്യമായി നമുക്ക് നൽകേണ്ടതിന്, പോരാ സമൃദ്ധിയായും കൂടെ നമുക്ക് തരേണ്ടതിന് നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ ദാഹിച്ച് കേണു. ഒരൽപ്പം വെള്ളം കുടിക്കുവാൻ ഒക്കാതെ, ലഭിക്കാതെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. തലേ ദിവസം വൈകുന്നേരത്തോടെ ഏറ്റവും ഒടുവിൽ ശിഷ്യന്മാരുമൊത്ത് പാനപാത്രത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചതാണ്. കഴിഞ്ഞ വൈകുന്നേരം. അത് കഴിഞ്ഞ് നേരെ അവർ പാട്ടും പാടി ഗെത്സമനയ്ക്ക് പോവുകയായിരുന്നു, കിദ്രോൻ തോട് കടന്ന്. അവിടെയാണ് യേശു കർത്താവ് പ്രാണവേദനയിലായത്, രക്തം വിയർത്തത്. സ്തോത്രം. ആ പ്രാണവേദന അതൊക്കെ നമ്മൾ എത്ര പേർ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂറോളം അത് അനുഭവിച്ചു. യേശു കർത്താവ് അനുഭവിച്ചത്രയൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും ചിന്തിക്കല്ലേ പ്ലീസ്. അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന. അതികഠിനമായ മാനസിക വ്യഥയിലൂടെ ഞാൻ പോയ ഒരു സമയം. ഓഗസ്റ്റ് 7 മിഡ്നൈറ്റ്. 1998 ഓഗസ്റ്റ് മാസം 7 അർദ്ധരാത്രി കഴിഞ്ഞ് ഏതാണ്ട് 12:15 മുതൽ 3 മണി വരെയുള്ള ഏകദേശ സമയത്തായിരുന്നു ഞാൻ ഈ അനുഭവത്തിലൂടെ പോയത്. എൻ്റെ പ്രാണൻ എൻ്റെ അകത്ത് നിന്ന് വെളിയിൽ പോകാൻ ബന്ധപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അത്രയ്ക്ക് വേദന. മാനസികമായ, ശരീരത്തിനല്ല കേട്ടോ, രോഗമൊന്നും ആയിരുന്നില്ല. അത് യേശു കർത്താവ് അനുഭവിച്ചതിൻ്റെ ഒരു എത്രയും ലഘുവായ, എത്രയും അല്പമായ അംശം മാത്രമാണ്. എത്രയും അല്പമായ അംശം മാത്രം. ഞാൻ ആ കടന്നുപോയ അവസ്ഥകളിൽ കൂടെ എങ്കിലും നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും യേശു കർത്താവ് ആ പ്രാണവേദനയിലൂടെ കടന്നുപോയി. ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, എൻ്റെ ഉള്ളം മരണവേദന പോലെ. അതായത് പ്രാണൻ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത് പോലെയുള്ള അവസ്ഥ. സ്തോത്രം. അപ്പോൾ തലേ ദിവസം വൈകുന്നേരത്ത് ശിഷ്യന്മാരുമൊത്ത് പെസഹായുടെ ആ കപ്പ്, പെസഹായുടെ ആ പാനപാത്രം ആ സന്ധിയിൽ കുടിച്ചതാ. പിന്നെ യേശു കർത്താവിന് വെള്ളമൊന്നും കിട്ടിയതായി നാം കാണുന്നില്ല. നമ്മെപ്പോലെ കുപ്പിയും വെള്ളം കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ലല്ലോ അന്ന്. ആ പ്രാണവേദനയിലായ ശേഷമാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആരും ബഡ് കോഫി ഒന്നും കർത്താവിന് കൊടുത്തിട്ടില്ല. കയ്യഫാവിൻ്റെയും ഹന്നാവിൻ്റെയും പിന്നീട് യഹൂദ ന്യായാധിപ സഭയായ സൻഹദ്രിന്റെയും മുമ്പിലും
മാറി മാറി വിസ്തരിച്ചിട്ട് പീലാത്തോസിന്റെ അടുക്കലും ഹെരോദാവിന്റെ അടുക്കലും തിരിച്ച് പീലാത്തോസിന്റെ അടുക്കലും ഇങ്ങനെ മാറി മാറി വിസ്തരിക്കുകയായിരുന്നു. പിന്നെ രാവിലെ 9 മണിയോടെ യേശുവിനെ ക്രൂശിൽ കയറ്റി. 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള 6 മണിക്കൂർ കർത്താവ് 3 ആണികളിൽ ക്രൂശിൽ തൂങ്ങിക്കിടക്കുക. സ്തോത്രം. അപ്പോൾ ആ കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത് 7 മൊഴികൾ ചൊന്നതിൽ ഒരു മൊഴി എനിക്ക് ദാഹിക്കുന്നു. ചില വേദചിന്തകന്മാർ പറയുന്നത് പോലെ ഈ 7 മൊഴികളിൽ തൻ്റെ ശാരീരികമായ ഒരു പ്രയാസം നിമിത്തം നിലവിളിച്ച ഏക നിലവിളി ഇതാണ്. സ്തോത്രം. ദാഹിക്കുന്നു. അല്ലാതെ ചില പ്രസംഗകരൊക്കെ പറയുന്നത് പോലെ യേശു കർത്താവ് ക്രൂശിലെ കഷ്ടാനുഭവങ്ങളിൽ ഒന്നും അയ്യോ പറഞ്ഞ് നിലവിളിച്ചിട്ടില്ല. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരണം ആസ്വദിക്കുകയായിരുന്നു. സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയും പ്രാകുകയും ശപിക്കുകയും ഒന്നുമായിരുന്നില്ല. He was tasting the death on the cross. He was not cursing. He was not crying on the cross, not weeping on the cross. He was not disappointed on the cross. He was not angry with God or people. No. He was enjoying the death because he was seeing beyond the cross the joy that was set before him. എബ്രായർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രൂശ് മാത്രം കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കുകയായിരുന്നില്ല യേശു. കുരിശിനപ്പുറത്ത് സംഭവിപ്പാൻ പോകുന്ന ആ സന്തോഷം, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്നാണ് നാം കാണുന്നത്. അതോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശിലെ കഷ്ടപ്പാടുകളെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം മാത്രമാണ്, ഒരു സൂചന മാത്രമാണ് ദാവീദ് പ്രവാചകൻ നമുക്ക് തന്നത്. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി. ആ ദാഹത്തിന്റെ അതീവ ഗുരുതരമായ അവസ്ഥ. സ്തോത്രം. അതീവ ഗുരുതരമായ അവസ്ഥ. എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ജീവജലം സൗജന്യമായും സമൃദ്ധമായും തരേണ്ടതിന്. സ്തോത്രം. അതാണ് ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. ദാഹിക്കുന്നവൻ എന്ത് കിട്ടും? ജീവജലം സൗജന്യമായിട്ട് കിട്ടും. സ്തോത്രം. രണ്ടാമത് ഉള്ള യോഗ്യത, സ്തോത്രം, ഈ ജീവജലം സൗജന്യമായി പ്രാപിക്കുന്നതിനുള്ള രണ്ടാമത്തെ, സ്തോത്രം, റിക്വയർമെന്റ് ആണ്. എന്ത് വേണം? ഇച്ഛിക്കണം. ഡിസയർ. സ്തോത്രം. വൺ ഹൂ ഡിസയേഴ്സ്. ഈ രണ്ട് യോഗ്യതകൾ നമുക്കും, സ്തോത്രം, അത്യാവശ്യമാണ്. നമുക്ക് വളരെ മനഃപ്പാഠമായ പാട്ടും വാക്യവുമൊക്കെയാണ് 42-ാം സങ്കീർത്തനം. അതുപോലെ 63-ാം സങ്കീർത്തനവും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, പാന്റിങ് ആസ് ദ ഡീർ പാന്റത്ത്.
We also need a panting. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം നിങ്ങളോട് പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ മാനുകളുടെ ദാഹത്തിന്റെ തീവ്രതയാണ്. മാനിനെ ഇരപിടിയൻ മൃഗങ്ങൾ ഓടിക്കുന്നു. ഇരകളായി മാനുകൾ തീരുന്നു. അതിനെ ഓടിച്ച് അത് ഓടി എവിടെയോ വന്ന് നിൽക്കുക. ഇപ്പൊ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ വയ്യ അതിന്. വായിൽ കൂടെ ശ്വാസം എടുക്കുന്നത്. മൂക്കിൽ കൂടെ എടുത്താൽ അതിന് തികയുന്നില്ല ഓക്സിജൻ. അതുകൊണ്ട് വാ പിളർന്ന് കിതയ്ക്കുകയാ. ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് നടന്നു പോകുകയും സൈക്കിൾ ചവിട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ ഒക്കാതെ വാ തുറന്ന് ശ്വാസം എടുക്കുമ്പോൾ വരണ്ട കാലാവസ്ഥ, ആ വരണ്ട കാറ്റും കൂടെ അകത്തേക്ക് മൂക്കിലും വായിലും കൂടി അടിച്ചു ചെല്ലുമ്പോഴേക്കും ഇവിടെ ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ അണ്ണാക്കൊക്കെ അങ്ങ് ഉണങ്ങും. ഒരു വല്ലാത്തതരം വേദന തോന്നും. ശ്വാസം എടുക്കുമ്പോൾ വേദന. ആ സമയത്ത് അണ്ണാക്കെല്ലാം ഉണങ്ങിയിട്ട്. ഇവിടെ പ്രാണവേദനയിൽ ഓടിയ മാനുകളാണ് ഒരു തരത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുക. ഇതിനിപ്പോ ഒറ്റ ആഗ്രഹമുള്ളൂ, പുലിയോ സിംഹമോ പിടിച്ചാൽ സാരമില്ല, എനിക്കൊരൽപ്പം വെള്ളം വേണം. അത് വെള്ളത്തിന് വേണ്ടി കാക്ഷിച്ച് ഇപ്പോൾ ഓടുക. ഇപ്പോൾ ഓടുന്നത് പുറകെ ഏതെങ്കിലും സിംഹമോ പുലിയോ വരുന്നത് കൊണ്ടല്ല. Now the deer is not running for its life from some hunters, but it is now running for streams of waters. It's so tired. It's unable to breathe through its nostrils, but it is opening its mouth wide and taking breath. And that dried up their nose, their mouth, their jaws. They desperately need water now to sustain its life. തൻ്റെ ജീവിതം നിലനിർത്താൻ അതിനിപ്പം വെള്ളം കൂടിയേ തീരൂ. അതുകൊണ്ട് ഇപ്പം വെള്ളത്തിന് വേണ്ടി ഓടുക. വെള്ളത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഇതുവരെ ഓടിച്ചത് പുലിയായിരുന്നെങ്കിൽ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോ ദാ അവിടെ സിംഹം കൂട്ടമായിട്ട് വന്ന് കിടക്കുക. കുറച്ചു നേരം അതിങ്ങനെ മാറി നിന്നു. സിംഹങ്ങൾ ഇപ്പൊ പോയിട്ട് കുടിക്കാം. പക്ഷെ ഇവിടെ നിൽക്കുന്തോറും ഇതിന്റെ ദാഹം കൂടുകയാണ്. ഒടുവിൽ ഈ മാൻ തീരുമാനിക്കുക, ദാഹം കൊണ്ട് ഇവിടെ വീണ് ചാകുന്നതിനേക്കാൾ അങ്ങോട്ട് ചെന്ന് വെള്ളം കുടിച്ച് സിംഹത്തിനിരയായാലും സാരമില്ല, വെള്ളം കുടിച്ചേ തീരൂ. അതിൻ്റെ ആ ദാഹം മുൻപിലുള്ള സിംഹത്തിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടാതെ വെള്ളത്തിലേക്ക് ഈ മാനിനെ നയിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഇതാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം. ഈവൻ ഡിസ്പൈസിങ് the presence of enemies. Now the
deers are led by its panting for waters. ഈ വെള്ളത്തിനായിട്ടുള്ള ദാഹം എന്തുമാത്രം തീവ്രമാണ്. മുൻപിലുള്ള ഇരപ്പിടിയന്മാരായ മൃഗങ്ങളുടെ സാന്നിധ്യത്തെ ഭയപ്പെടാതെ അവകൾ കൂട്ടമായി മേയുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇവയെ നിർബന്ധിച്ചയക്കുന്നു. അങ്ങനെയുള്ള ഒരു ദാഹം നമുക്കും വേണം. പക്ഷെ ആർക്ക് വേണ്ടിയാ? ദൈവത്തിനായി. ദൈവത്തിനായി. ഏത് ദൈവത്തിനായി? ജീവനുള്ള ദൈവത്തിനായി. ജീവനുള്ള ദൈവത്തിനായി. പ്രൈസ് ഗാഡ്. ആ ഒരു ദാഹം നമ്മിലും ഉണ്ടാകണം. സച്ച് എ പാന്റിങ്, സച്ച് എ quest, such a thirst we also should have, but for God, yeah, for the living God. ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ അങ്ങനെയുള്ള ഒരു ദാഹം. അതാണ് നാം 42-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദാഹത്തെക്കുറിച്ചാണ് നാം മത്തായി 5:6 ബിയാറ്റിറ്റ്യൂഡ്സ്, അഷ്ടഭാഗ്യവർണ്ണനയിലും വായിച്ചത്. നീതിക്കായി 5:6 മാത്യു. വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഒരു വിശപ്പും ദാഹവും. ആമോസ് പ്രവാചകൻ പറഞ്ഞു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല. പിന്നെന്തിനു വേണ്ടിയാ? അവസാന അധ്യായത്തിലാണ് ആമോസ് പറയുന്നത്. പിന്നെന്തിനു വേണ്ടിയുള്ള ദാഹവുമല്ല, വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ. യഹോവയുടെ വചനങ്ങൾക്കായിട്ടുള്ള വിശപ്പ്, ദൈവത്തിനായുള്ള വിശപ്പ്, ദൈവവചനത്തിനായുള്ള വിശപ്പ്, ദാഹം. വേറെ ഒന്നും വേണ്ട. നിത്യജീവന് വേണ്ടിയുള്ള വിശപ്പും ദാഹം. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഗാഡ്. രണ്ടാമത്തെ കാര്യമാണ് ഡിസയർ. ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹവും ദാഹവുമാണ്. ചില സമയത്ത് അതുപോലെ അങ്ങ് തീരും, പിന്നെ അങ്ങ് മടുപ്പ. ചില സമയത്തൊക്കെ ചിലർ പറയാറുണ്ട്, ഭയങ്കര വിശപ്പ്, കല്യാണം ഉണ്ടതേ ഉള്ളൂ, പക്ഷേ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഹോട്ടലിൽ കയറി ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നി. കഴിക്കാഞ്ഞിട്ടല്ല, കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു, പക്ഷേ പിന്നെ വിശപ്പ്. എന്നാൽ ചില സമയത്തോ വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ വല്ലപ്പോഴുമൊക്കെ തോന്നുന്ന ഒരു വിശപ്പല്ല. ഒരു സ്ഥലത്ത് വെച്ച് ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ വന്ന് പരിചയപ്പെട്ടു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഭയങ്കര ഡയബറ്റിക് പേഷ്യൻ്റ്, മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഒരു രക്ഷയില്ല. അദ്ദേഹം പറഞ്ഞു, എത്ര കഴിച്ചാലും കഴിച്ചെന്ന് തോന്നത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഈ കള്ളവിശപ്പ്. കള്ളവിശപ്പ്, യഥാർത്ഥ വിശപ്പല്ല. കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു, കപ്പാസിറ്റി കഴിഞ്ഞും കഴിച്ചു, പക്ഷെ പിന്നെ വിശപ്പ് തോന്നുക. അതിനെ അനുസരിച്ച് കഴിക്കും, ഷുഗർ കൂടും, കൂടുമ്പം പിന്നെയും വിശക്കും, പിന്നെയും കഴിക്കും, പിന്നെയും കൂടും, ഇങ്ങനെ അങ്ങ് പോവുക. വേറെ ചിലരെ കുറിച്ച്, എനിക്കും ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് ചിലർ ചോദിച്ചു, വെളുപ്പാങ്കാലത്തൊക്കെ വിശക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇന്നാള് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിക്കുമെന്ന്. ഭയങ്കര വിശപ്പ്, ഉറക്കത്തിൽ സഹിക്കാനൊക്കത്തിൽ എഴുന്നേറ്റ് കഴിക്കുമെന്ന്.
ഇതുപോലെ കർത്താവിനായിട്ടുള്ള ഒരു വിശപ്പ് നമ്മുടെ അകത്ത് ഉണ്ടോ? ഒരു കള്ളവശപ്പല്ല വേണ്ടത്, യഥാർത്ഥമായി ആ ഒരാഗ്രഹം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നിരന്തരമായി അത് നമ്മിൽ വേണം. എങ്കിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവാണ് നമ്മുടേത്. സ്തോത്രം. ദൈവത്തിനായി ദാഹിക്കുന്ന, ദൈവിക വിഷയങ്ങൾക്കായി ദാഹിക്കുന്ന, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന, വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ദാഹിക്കുന്ന, ദൈവമഹത്വത്തിനു വേണ്ടി ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. സ്തോത്രം. വേറെ ഒന്നും ഞാൻ അങ്ങയോട് ചോദിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇത് മാത്രം ആഗ്രഹിപ്പാൻ, സ്തോത്രം, കർത്താവ് നമുക്ക് കൃപയേകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വാക്യം നമ്മൾ വിടാൻ പോവുകയാണ്. എന്തെങ്കിലും മറ്റ് വിശദീകരണങ്ങൾ ഈ 17-ാം വാക്യവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ആകാം. ഇല്ലെങ്കിൽ നമുക്ക് 18-ാം വാക്യത്തിലേക്ക് പോകാം. ഒന്നുമില്ലെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് 18-ാം വാക്യത്തിലേക്ക് പോകാം. I warn everyone who hears the words of the prophecy of this book. If anyone adds anything to them, God will add to him the plagues described in this book. 19 also. 19 കൂടെ വായിച്ചു. And if anyone takes words away from this book of prophecy, God will take away from him his share in the tree of life and in the holy city, which are described in this book. 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു വാഗ്ദത്തമുണ്ട്. സ്തോത്രം. അതും കൂടെ ഒന്ന് വായിച്ചാൽ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വിശേഷതയാണ് നാം തുടക്കത്തിൽ മുഖവുരയിൽ പഠിച്ചത്. 1:3 ഈ പുസ്തകത്തിന്റെ വായനക്കാർക്കും കേൾവിക്കാർക്കും അനുസരിക്കുന്നവർക്കും വാഗ്ദത്തം, അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം നൽകുന്നു. 22-ന്റെ 17-18 വാക്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ വായിച്ച 18-19 18 and 19 18-19 വാക്യങ്ങളിൽ ഹിയർ ഈസ് എ വാണിംഗ്. ഇവിടെ ഒരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ്. സ്തോത്രം. ഈ പ്രവചനത്തിലെ വാക്കുകളോട് കൂട്ടാതിരിക്കുവാനും ഇതിൽ നിന്ന് ഒന്നും കുറയ്ക്കാതിരിക്കുവാനും, അഥവാ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നും ഉള്ള ഒരു മുന്നറിയിപ്പ്, താക്കീത് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ 1:3 is a promise. 22, 18, 19 are a warning. മറ്റ് പുസ്തകങ്ങളിൽ നിന്ന്, ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ 2 ഭാഗങ്ങൾ. 1:3 22-ന്റെ 18 19. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആർക്കാണ് ഈ മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നത്? പ്രവചനം കേൾക്കുന്ന ഏവനോടും. സ്തോത്രം. That means it's not limited to the 7 churches of Asia. ആസ്യയിലെ 7 സഭകൾക്ക് മാത്രമല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്നും കൂടെ ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു.
ഇത് രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും, ആസ്യയിലെ 7 സഭകൾക്കും ആ സഭകൾക്ക് പുറത്തുള്ളവർക്കും, 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാന്റെ കാലത്തുണ്ടായിരുന്ന സഭകൾക്കും, ഉൽപ്രാവണം വരെ, സഭയുടെ എടുക്കപ്പടിയിൽ വരെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. സ്തോത്രം. ഈ പുസ്തകത്തിലെ അല്ലെങ്കിൽ ഈ പ്രവചനത്തിലെ വാക്കുകൾ കേൾക്കുന്ന ഏവനോടും അല്ലെങ്കിൽ വായിക്കുന്ന ഏവനോടും. സ്തോത്രം. അല്ലേ? ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ. 3, ഇത് ആരുടെ വാക്കുകളാണ്? ആരാണ് ഈ സംസാരിക്കുന്നത്? ദൂതനാണോ, യോഹന്നാനാണോ, അതോ നമ്മുടെ കർത്താവാണോ? സ്തോത്രം. This is a direct warning from the Lord. കർത്താവിൽ നിന്ന് നേരിട്ടുള്ള ഒരു കൽപ്പനയോ മുന്നറിയിപ്പോ ആണിത്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന 4-ാമത്തെ കാര്യം, എ ഫോർത്ത് ആസ്പെക്ട്, വളരെ പ്രാധാന്യമുള്ളതാണ്. 18-ാം വാക്യം എന്താ പറയുന്നത്? I testify to everyone who hears the words of the prophecy of this book. The words of prophecy. It's not a collective meaning of the prophecy. It's not the idea of the prophecy, but the words of this prophecy. It implies and insists the verbal plenary inspiration of the word of God. Verbal inspiration of God's word. ഇവിടെ നമുക്ക് ലഭിക്കുന്ന താക്കീത് ഈ പുസ്തകത്തിലെ പ്രവചനത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ആ വാക്കുകൾ എന്നതാണ് അവിടുത്തെ പ്രാധാന്യമുള്ള, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന 4-ാമത്തെ ഘടകം. അതായത് അക്ഷരീകമായ ദൈവനിശ്വാസീയത, വേദപുസ്തകത്തിന്റെ അക്ഷരീകമായ ദൈവനിശ്വാസീയതയെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രസ്താവന കൂടെയാണിത്. കാരണം നമ്മുടെ ഇടയിലാണെന്ന് തോന്നുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നല്ലോ, അതോ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നുവോ? കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞാൻ പറഞ്ഞത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ 1-ാമത്തെ പ്രഖ്യാപനം, വേദപുസ്തകത്തിന്റെ അക്ഷരീകമായ ദൈവനിശ്വാസീയതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe in the verbal inspiration of the Bible as the word of God. വേദപുസ്തകം അക്ഷരീകമായി ദൈവനിശ്വാസീയമായ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ ആദ്യത്തെ ഘടകം. എന്താ? വെർബൽ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ബൈബിളിലെ വാക്കുകൾ പോലും
ആര് നൽകിയതാണ്? ദൈവം, ദൈവത്തിൻ്റെ ആത്മാവ്. ചിലർ കരുതുന്നത് വാക്കുകളൊക്കെ എഴുത്തുകാര് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചു, ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചതിനേക്കാളിലും ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ പ്രസംഗങ്ങൾ മലയാളത്തിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബൈബിൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റ് ഭാഷ അല്ലെങ്കിൽ 2 ഭാഷകൾ തിരിച്ചു മറിച്ചുമൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ട് പ്രസംഗങ്ങൾ. എനിക്ക് പ്രസംഗത്തെക്കാൾ കൂടുതൽ അക്കാലത്ത് ഇഷ്ടം പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതായിരുന്നു. എന്തുകൊണ്ടോ എനിക്കതായിരുന്നു ഇഷ്ടം. പിന്നീടാണ് പ്രസംഗം എനിക്ക് കൂടുതൽ ഹരമായി മാറിയത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം 2 രീതിയിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പദാനുപദ പരിഭാഷ നടത്താറുണ്ട്, ചിലപ്പോൾ ആശയം മാത്രം കൈമാറും. എല്ലാ പദങ്ങളുടെയും വ്യാഖ്യാനം കൊടുക്കാറില്ല, അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്താറില്ല. ഇന്നും ഒരാൾ എഴുതിയൊരു പുസ്തകം പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി എൻ്റെ ഇടയ്ക്കിൽ തന്നിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് അദ്ദേഹം ഒരേ വിഷയം തന്നെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ് ആ ദേവദാസൻ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ 12th പഠിക്കുന്ന 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ് മലയാളം അറിഞ്ഞുകൂടാത്ത, എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടാത്ത ആ കുട്ടിയാണ് കേട്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. അപ്പം ഈ 2 തത്വങ്ങളും അവിടെയും അനുവർത്തിച്ചു. ചിലത് പദാനുപദമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ചിലത് ആശയം മാത്രം അവിടെ പ്രസ്താവിച്ചു, വാക്കുകളൊക്കെ വേറെ വേറെ. കുഴപ്പമില്ല. ഇതേപോലെ ചിലരൊക്കെ വേദപുസ്തകത്തെ പറ്റി ചിന്തിക്കാറുണ്ട്. Only the idea or the message had been transmitted to the writers by the Holy Spirit. If so, they don't believe in the verbal inspiration of the Bible as the Word of God. But what we believe is not only the message and the general idea, rather even the words are given by the Holy Spirit. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ഈ കാര്യം എടുത്തു പറഞ്ഞതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞ ഉദാഹരണമാണ് പത്രോസ് എഴുതിയ ലേഖനത്തിലേത്. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. വെറും മുക്കുവനായ പത്രോസ്. സ്തോത്രം. എന്തോ ഒരു ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എഴുതി വെച്ചേക്കുന്നല്ലേ. സ്തോത്രം. പ്രത്യേകിച്ചും തൻ്റെ 2ാമത്തെ ലേഖനത്തിൽ. അതും മത്തായി 16:13 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അത് കഴിഞ്ഞപ്പം ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? 16:16 മത്തായി 16:16 പത്രോസ് പറഞ്ഞു, നീ ആരാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കണ്ടോ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കയ്യഫാവും ഹന്നാവും തുടങ്ങിയ മഹാപുരോഹിതന്മാരും ഗമാലിയേൽ തുടങ്ങിയ ന്യായശാസ്ത്രിമാരും
നമുക്ക് ഗമാലിയേലിനെ സുവിശേഷങ്ങളിൽ കാണാൻ പറ്റുന്നില്ല, അപ്പോസ്തല പ്രവൃത്തികൾ കാണാം. സുവിശേഷ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വേദശാസ്ത്രിയാണ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് നിക്കോദിമോസ്. അപ്പോൾ നിക്കോദീമോസും ഗമാലിയേലും പോലെയുള്ള വേദശാസ്ത്രികളുമൊക്കെ വേദപുസ്തകം, അന്നത്തെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നിയമം, തിരുവെഴുത്തുകൾ കൂലങ്കഷമായി പഠിച്ച് 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 ധ്യാനിച്ച് നടക്കുന്ന, ഇതിലെവിടെയാണ് മശിഹ എന്ന് തിരക്കി നടക്കുന്ന മഹാജ്ഞാനികൾ. പക്ഷേ അവർക്കാർക്കും യേശു ആരാണെന്ന് മനസ്സിലായില്ല. അതേസമയം പഠിപ്പില്ലാത്ത മുക്കുവനായ ഈ പത്രോസിന് യേശു കർത്താവ് ചോദിച്ച മാത്രയിൽ തന്നെ യേശു ആരാണെന്ന് പറയാൻ കഴിഞ്ഞു. തൊട്ടടുത്ത വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ കാര്യവും നമുക്കറിയാമല്ലോ. എന്താ പറഞ്ഞത്? ബറിയോനെ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. കണ്ടോ, പത്രോസ് ഉപയോഗിച്ച പദങ്ങൾ വരെ എത്ര ആഴത്തിലുള്ള പദങ്ങളാ! ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വെളിപ്പാടാണ് പത്രോസ് പറഞ്ഞത്. യോഹന്നാൻ പോലും അത്രയും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ പറഞ്ഞത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നേ ഉള്ളൂ. യോഹന്നാൻ 20:31 വാക്യത്തിൽ, John 20:31, there John says who Christ is. According to him, Jesus is the Christ, the Son of God. But Peter said, you are the Christ, the Son of the living God. See how even vocabularies, words and phrases are given by the Holy Spirit. ഓർക്കണേ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ പുസ്തകത്തെ വെറും സന്ദേശം മാത്രം ഉൾക്കൊണ്ടാൽ പോരാ. ഇതിലെ വാക്കുകൾ പോലും ദൈവത്തിൻ്റെതാണെന്ന്, ആധികാരികമാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. So it is very important to have this book. Praise God. Praise God. Stotram. Yes, of course. Acts 4:13. Dina sister, you can read it. അപ്പോസ്തല പ്രവൃത്തികൾ 4:13 വാക്യം. When they saw the courage of Peter and John and realized that they were unschooled, ordinary men, they were astonished, and they took note that these men had been with Jesus. Yes. So people, the contemporary religious leadership certified, declared Peter and John, like the disciples of Jesus, were unlearned, unschooled,
That means in their language they were illiterate. ഞങ്ങൾ പറയും അങ്കൂട്ട ചാപ്പെന്ന്. തമ്പ് ഇംപ്രഷൻ ചെയ്യുന്നവർ, അവരെയാണ് ഞങ്ങൾ അങ്കൂട്ട ചാപ്പെന്ന് പറയുന്നത്. തള്ളവരൽ മഷിയിൽ മുക്കി പേരെഴുതിപ്പോലും സൈൻ ചെയ്യാൻ അറിയാത്തവർ. അപ്പം ഇവര് അങ്കൂട്ട ചാപ്പ, ഇല്ലിറ്ററേറ്റ്, നിരക്ഷരകുക്ഷികൾ. പക്ഷേ അവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന തിയോളജി, ദൈവശാസ്ത്രം, വേദശാസ്ത്രം, യഹൂദ മത നേതാക്കന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, സദൂക്യർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതിരുന്നതാണ്. ഇതെവിടെ നിന്ന് മനസ്സിലാക്കി? വല്ല കലാലയങ്ങളിൽ നിന്ന്, യൂണിവേഴ്സിറ്റീസിൽ നിന്ന് അല്ല, പരിശുദ്ധാത്മാവ് അവർക്ക് നൽകി. ഇതേ ശിഷ്യന്മാരോടാണ് യേശു ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളെ പിടിച്ചു കെട്ടി പള്ളിയിലും പിന്നെ രാജാക്കന്മാരുടെ മുമ്പിലും നാടുവാഴികൾക്ക് മുമ്പിലും ഒക്കെ കൊണ്ടുപോയി നിർത്തും. അയ്യോ, അവിടൊക്കെ വെച്ച് ഞങ്ങൾ എന്തു പറയേണ്ടു എന്ന് നിങ്ങളാരും വന്നട്ടെ, നിങ്ങളാരും എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. കാരണം എന്താ? പരിശുദ്ധാത്മാവ് സ്തോത്രം. ആ സമയത്ത് നിങ്ങൾക്ക് പറയേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായിൽ, വാക്കുകളിൽ തരും. സ്തോത്രം. അപ്പോൾ വേദപുസ്തകം എഴുതിയ 40-ൽ പരം എഴുത്തുകാരിൽ പരിവർത്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അവരുടെ ചിന്തകളെയും ആശയങ്ങളെയും മാത്രമല്ല പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചത്, അവരുടെ വാക്കുകളെ പോലും ആത്മാവ് നിയന്ത്രിച്ചു. എന്നാൽ നമ്മുടെയൊക്കെ ബൈബിളുകളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറാഠിയിലും ഒക്കെ വിവർത്തനത്തിൽ പല തെറ്റുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിക്കുന്നു. അവയെ നമ്മൾ വിളിക്കുന്നത് ഹ്യൂമൻ ഇറേഴ്സ് എന്നാണ്. പകർത്തി എഴുതിയപ്പോഴും ഒക്കെ. കാരണം അക്കാലത്ത് ഈ എഴുത്തുകാർ വേദപുസ്തകം എഴുതിയത് വലിയ തുകൽ ചുരുളുകളിലായിരുന്നു, ലെതർ സ്ക്രോൾസിൽ. ഇന്നത്തെ പോലെ ഫോട്ടോ കോപ്പി എടുക്കാനൊന്നും പറ്റത്തില്ല, സ്കാൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, അതിനുള്ള ക്രമീകരണമൊന്നുമില്ല. പിന്നെ അവരെന്താ ചെയ്യുന്നത്? ഈ ഒറിജിനൽ, ആദ്യം എഴുതിയ പ്രതിയിൽ നിന്ന് നോക്കി മറ്റൊന്നിലേക്ക് പകർത്തി എഴുതുകയായിരുന്നു. ആ പകർത്തി എഴുതിയപ്പോൾ മാനുഷികമായ തെറ്റുകൾ വന്നിട്ടുണ്ട്. ചിലത് ഓവർലാപ്പായി, ചിലപ്പോൾ വായിച്ചു വരുമ്പോൾ സെന്റൻസുകൾ മുമ്പിലും പുറകിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പുസ്തകം ഒന്ന് പ്രൂഫ് റീഡ് ചെയ്തു വന്നിന്ന്. അതില് ഒരു പേജ് മലയാളവും അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ പേജ് ഇംഗ്ലീഷുമായിട്ടാണ്, ഒരേപോലെയാ. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 100-നടുത്ത് പേജുകളേ ഉള്ളൂ. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ ടൈപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോൾ മലയാളത്തിൽ എഴുതിയിരുന്നതിൽ നിന്ന് മുകളിലും താഴെയുമൊക്കെയായി ചില പാരഗ്രാഫുകൾ തന്നെ തിരിഞ്ഞുപോയി. അപ്പോൾ പകർത്തി എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനുഷികമായ പിശകാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള പിശകുകൾ നമ്മുടെ ബൈബിളുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ, ചില ബൈബിളുകളിലൊക്കെ ചിലത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്, ഫുട് നോട്ട് കൊടുത്തിട്ടുള്ളത്. ചില മാനുസ്ക്രിപ്റ്റുകളിൽ, ചില കയ്യെഴുത്ത് പ്രതികളിൽ ഈ ഭാഗം
കാണുന്നില്ല എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഈ പകർത്തി എഴുതിയപ്പോൾ വന്ന മാനുഷികമായ തെറ്റുകളാണ്. നമ്മുടെയൊക്കെ ഭാഷകളിൽ ആ തെറ്റുകളുണ്ട്. അതുകൊണ്ടാണ് പുതിയ പുതിയ ട്രാൻസ്ലേഷൻസ് വരുന്നത്. ഒറിജിനൽ പുസ്തകത്തിൽ നിന്ന് പകർത്തി എഴുതാൻ, വിവർത്തനം ചെയ്യാനൊക്കെ പലരും ശ്രമിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് സന്ദേശം കൈമാറിയപ്പോൾ കേവലം സന്ദേശങ്ങളും ആശയങ്ങളും മാത്രമല്ല, പകരം പദങ്ങൾ പോലും ആത്മനിയന്ത്രണത്തിലാണ് എഴുത്തുകാർ എഴുതിയത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. സ്തോത്രം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, one of the uniquenesses of God's people is we are a people of the book. We are a people of the book. സ്തോത്രം. ദൈവജനത്തിൻ്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, സ്തോത്രം, നമ്മളൊരു പുസ്തകത്തിൻ്റെ ജനമാണ് എന്നുള്ളതാണ്. ഒരു പുസ്തകത്തിൻ്റെ ജനത. സ്തോത്രം. ഇതുപോലെയുള്ള ഒരു പുസ്തകം ലോകത്തിൽ വേറെ ആർക്കും ഇല്ല. വേറെ ആർക്കും ഇല്ല. സ്തോത്രം. ആവർത്തന പുസ്തകം, നമ്മുടെ സമയം കഴിയുന്നു, ഞാൻ നിർത്തുകയാണ്. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ഒരു പ്രത്യേകത 7-ാം വാക്യത്തിലുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യമുള്ള ജനത. 8-ാം വാക്യം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. സ്തോത്രം. നമ്മുടെ ശ്രേഷ്ഠത, അതിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ് ദൈവത്തിൻ്റെ നീതിയുള്ള ചട്ടങ്ങളും വിധികളും നമുക്കുണ്ട് എന്നുള്ളത്. സ്തോത്രം. 147-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ 2 വാക്യങ്ങളും നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സാംസ് 147, ലാസ്റ്റ് 2 വേഴ്സസ് 19 and 20. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. വേറെ ആർക്കും ഈ പ്രത്യേകത ഇല്ല. അവരാരും കർത്താവിന്റെ വിധികളെ അറിഞ്ഞിട്ടില്ല. When we have this book, we know the mind of God. നമുക്ക് ഈ പുസ്തകമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാമെന്നർത്ഥം. നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പറിയാമെന്നർത്ഥം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, കുറെ കാലങ്ങളായി പറഞ്ഞിട്ട്, എന്നാലും പഴയവർക്ക് ഓർമ്മ കാണും. People who hold this book will never ever experience the famine of the counsel of God, the will of God. ഈ തിരുവെഴുത്തുകൾ കൈവശമുള്ള ജനത്തിന് ദൈവാലോചനയുടെ പഞ്ഞം ഒരിക്കലും ഉണ്ടാവുകയില്ല. ദൈവഹിതത്തിന്റെ ക്ഷാമം ഒരിക്കലും ഉണ്ടാകത്തില്ല. സ്തോത്രം. അതാണ് നാം ഇവിടെ കാണുന്ന ഈ പ്രവചനത്തിലെ വാക്കുകൾ. അതുകൊണ്ട് തിരുവെഴുത്തിലെ ഓരോ പദത്തിനും നമ്മൾ പ്രാധാന്യം നൽകണം. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞത് ഓരോ പദങ്ങളുടെയും പഠനം പ്രാധാന്യമുള്ളതാണെന്നാണ്. ഓർമ്മ കാണും നിങ്ങൾക്ക്. സ്തോത്രം.
അതുകൊണ്ടാണ് പലപ്പോഴും ഓരോ പദത്തെയും നമ്മൾ എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവം തൻ്റെ മനസ്സ് നമുക്ക് എഴുതിത്തരാൻ പ്രസാദിച്ചു. അങ്ങനെയുള്ള തിരുവെഴുത്ത് നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് അതിലെ വാക്കുകൾ പോലും അനുസരിച്ച്, സ്തോത്രം, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശികളായി തീരേണ്ടതിന് നമ്മെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം അതിനായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.